Hi students, today we are going to discuss about organized banking sector. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ മൊത്തത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു എന്ന്. ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെന്നും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെന്നും. അതായത് ധനകാര്യ സ്ഥാപനങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങൾ, അതുപോലെ നോൺ ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് തരംതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങളെയും നോൺ ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങളെയും എന്ത് ചെയ്തു, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും എന്ത് ചെയ്തു, പിന്നെയും ഡിവൈഡ് ചെയ്തു. എങ്ങനെ? ഓർഗനൈസ്ഡ് എന്നും അൺഓർഗനൈസ്ഡ് എന്നും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിനെ കുറിച്ചാണ്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിങ് സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഓർഗനൈസ്ഡ്, കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളുള്ള, കൃത്യമായ നിയമങ്ങളുള്ള, കൃത്യമായ രീതിയിൽ കൃത്യമായൊരു ഘടനയുള്ള സ്ഥാപനങ്ങളാണ് ഇത് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൽ ഉണ്ടാവുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളായിരിക്കും ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൽ കൂടുതലായിട്ടുണ്ടാവുക. അവരുടെ കൃത്യമായ നിയമങ്ങൾ പാലിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൽ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ചാണ്, രണ്ടാമത്തെ കോഓപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചാണ്, മൂന്നാമത്തെ റീജിയണൽ റൂറൽ ബാങ്കിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തേതാണ് ഇത് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നാൽ എന്താണ്. ആദ്യമായിട്ട് പറയുന്നു, കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നത് ഒരു ധനകാര്യ സ്ഥാപനങ്ങളാണ് വിച്ച് ആക്സെപ്റ്റ്, അതെന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, ഡെപ്പോസിറ്റ്സ്, നിക്ഷേപങ്ങൾ, ഫ്രം ദി പബ്ലിക്, പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ലെൻഡ് മണി ടു ദി പബ്ലിക്, പബ്ലിക്കിന് എന്ത് ചെയ്യുന്നു, പണം കടമായിട്ട് കൊടുക്കുന്നു. പബ്ലിക്കിന്, ബിസിനസ് ഫേംസിന്, ബിസിനസ് സ്ഥാപനങ്ങൾക്ക്, കോർപ്പറേറ്റുകൾക്കൊക്കെ പണം എന്ത് ചെയ്യുന്നു, കടമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നത് ഒരു ധനകാര്യ സ്ഥാപനമാണ് വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക്, പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റുകളെ, നിക്ഷേപങ്ങളെ സ്വീകരിക്കുന്നു. ആര്? അത് പബ്ലിക്കിൽ നിന്നും നിക്ഷേപങ്ങളെ സ്വീകരിക്കുന്നു. ആൻഡ് ലെൻഡ് മണി ടു ദി പബ്ലിക്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ പണം എന്ത് ചെയ്യുന്നു, പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക്, അതുപോലെ എന്ത് ചെയ്യുന്നു, കോർപ്പറേറ്റുകൾക്ക്, കമ്പനികൾക്ക്, ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നു, പണം കടം കൊടുക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള സ്ഥാപനമാണ് ഇത് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് ആൻഡ് ലെൻഡ് മണി ടു ദി പബ്ലിക്. ഓക്കെ, ദെൻ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള പണമാണ് നമുക്ക് കിട്ടുക, ലോണാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് നോക്കാം. അഡ്വാൻസുകളാണ് കിട്ടുക. ഏതെല്ലാം തരത്തിലുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസുകളാണ് കിട്ടുക? ശ്രദ്ധിക്കുക, കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ്സ് ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം ലോൺ. ശ്രദ്ധിക്കേണ്ട കാര്യം, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഹ്രസ്വകാല, അതുപോലെ മീഡിയം, അതുപോലെ ദീർഘകാല വായ്പകൾ നൽകുന്നു. ഹ്രസ്വകാല, അതുപോലെ തന്നെ മീഡിയം അല്ലേ, ഒരു മധ്യകാല, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു കാലാവധിയുള്ള ലോണുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. അതുപോലെ തന്നെ വ്യത്യസ്തമായ സേവനങ്ങൾ നൽകുന്നുണ്ട്. കളക്ഷൻ ഓഫ് ചെക്ക് കളക്ഷൻ ചെയ്യുന്ന ഏർപ്പാട്, അതുപോലെ ATM, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ്റെ സേവനങ്ങൾ, അതുപോലെ RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് സേവനങ്ങൾ, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്ന പണത്തെ കൈമാറ്റം ചെയ്യാനുള്ള, മണി ട്രാൻസ്ഫർ ചെയ്യുവാനുള്ള സംവിധാനം, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലോക്കർ ഫെസിലിറ്റി ഇല്ലേ, നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള മൂല്യമേറിയ വസ്തുക്കളെ സംരക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ റെമിറ്റൻസ് അല്ലേ, പണം അടക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് പേയ്മെൻറ്റുകൾ, ഇലക്ട്രിസിറ്റി ബില്ല്, മൊബൈൽ റീചാർജ് പോലെയുള്ള പേയ്മെൻറ്റുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിലവിൽ 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണുള്ളത്. ശ്രദ്ധിക്കുക, നേരത്തെ 19 എണ്ണം ഉണ്ടായിരുന്നു. അത് പരസ്പരം എന്ത് ചെയ്തു, മെർജ് ചെയ്തിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അടക്കം നിരവധി ബാങ്കുകൾ, അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ഉള്ള ബാങ്കുകൾ, അങ്ങനെ എന്ത് ചെയ്തു, നിരവധി ബാങ്കുകളെ പരസ്പരം മെർജ് ചെയ്തിട്ട് ഇപ്പോൾ നിലവിൽ 12 പബ്ലിക് സെക്ടർ ബാങ്കുകൾ, 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. മറ്റ് പ്രൈവറ്റ് ബാങ്കുകളും ഇന്ത്യയിൽ നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്.
ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. വാണിജ്യ ബാങ്കുകളുടെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രധാനമായിട്ടും കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ധർമ്മങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, കൺവെൻഷനിൽ നിന്നും ഇന്നവേറ്റീവ് എന്നും. കൺവെൻഷനലും ഇന്നവേറ്റീവ്, കൺവെൻഷണൽ ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ ഇന്നവേറ്റീവ് ഫംഗ്ഷൻ, ഇന്നവേറ്റീവ് ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ, അതല്ലാതെ തന്നെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് പ്രധാനമായിട്ടും തരംതിരിച്ചിരിക്കുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷനെ പ്രൈമറി ഫംഗ്ഷൻ എന്നും സെക്കൻഡറി ഫംഗ്ഷൻ എന്നുമാണ്. പ്രാഥമിക ധർമ്മങ്ങളെന്നും ദ്വിതീയ ധർമ്മങ്ങളെന്നുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തരംതിരിച്ചിട്ടുള്ളത്. ഒരു വാണിജ്യ ബാങ്കിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് അഥവാ ധർമ്മങ്ങളെ പ്രധാനമായിട്ട് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രൈമറി ഫംഗ്ഷൻ, പ്രാഥമിക ധർമ്മങ്ങൾ, അതുപോലെ രണ്ടാമത്തേതോ സെക്കൻഡറി ഫങ്ഷൻസ്, ദ്വിതീയ ധർമ്മങ്ങൾ, ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറി ഫങ്ഷൻസിനെ കുറിച്ചാണ്. എന്തെല്ലാമാണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ പ്രൈമറി ഫങ്ഷൻസ്, പ്രാഥമിക ധർമ്മങ്ങൾ? ഒന്നാമത്തത് റിസീവിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക്. പൊതുജനങ്ങളിൽ നിന്നും പബ്ലിക്കിൽ നിന്നും എന്ത് ചെയ്യുന്നു? നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ. അത് വിവിധ രീതിയിലാവാം. ഫിക്സഡ് ഡെപ്പോസിറ്റുകളായിട്ട്, സ്ഥിര നിക്ഷേപമായിട്ട് എന്ത് ചെയ്യാം? ആളുകളിൽ നിന്നും പണം സ്വീകരിക്കാം ഒരു ബാങ്ക്. അതിനെന്ത് ചെയ്യും? നിശ്ചിത കാലത്തേക്ക്, 1 വർഷത്തേക്ക് 2 വർഷം, ഇങ്ങനെ കാലാവധി ഫിക്സഡ് പീരീഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നിക്ഷേപങ്ങൾ, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. ഇറ്റ് ഗിവ്സ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതിനെന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക് കൂടിയ പലിശ നൽകുന്നുണ്ട്. അതുപോലെ കറണ്ട് ഡെപ്പോസിറ്റുകൾ, കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അല്ലേ? കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എസ്പെഷ്യലി മെൻ ഫോർ ദി ബിസിനസ് മാൻ. ബിസിനസ് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ ഉള്ളത്. അവിടെ എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് പണം പിൻവലിക്കാം, വിഡ്രോ ചെയ്യാം. അതുപോലെ കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ തുടങ്ങണമെങ്കിൽ ഏറ്റവും മിനിമം എന്ത് ചെയ്യണം? 500 അല്ലേ? മിനിമം 500 ഓർ 5000 അല്ലേ? മെർക്കൻഡൈസ് ബാങ്ക് ആണെങ്കിൽ, മെർക്കൻഡൈസ് അക്കൗണ്ട് ആണെങ്കിൽ മിനിമം 5000 രൂപയും അല്ലെങ്കിൽ 500 രൂപയും മിനിമം എന്ത് ചെയ്യണം? ആ അക്കൗണ്ടിൽ വേണം. അതാണ് കറണ്ട് അക്കൗണ്ട്. എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം? പണം വിഡ്രോ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ടാണിത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ അത് പറ്റൂല. നിശ്ചിത കാലം പൂർത്തിയാകുന്നത് വരെ, 6 മാസമാണെങ്കിൽ 6 മാസം കഴിയുമ്പോഴേ ഫണ്ട് പിൻവലിക്കാൻ പറ്റുള്ളൂ. അതുപോലെ സേവിങ്സ് അക്കൗണ്ട്. സേവിങ്സ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇംപ്രൂവിങ് ദി സേവിങ് ഹാബിറ്റ് അല്ലേ? സേവിങ് ഹാബിറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് ഇത്തരത്തിലൊരു സേവിങ് അക്കൗണ്ടുകൾ, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന സേവിങ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ ഉള്ളത്. സേവിങ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആർ മെൻ ഫോർ എൻകറേജിങ് ദി സേവിങ്സ് ഓഫ് ദി പീപ്പിൾ. ആളുകളുടെ സമ്പാദ്യശീലത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് ന്യൂമറസ് ആയിട്ടുള്ള ചെറിയ പലിശയെ കിട്ടുള്ളൂ. അതുപോലെ റിക്കറിങ് ഡെപ്പോസിറ്റുകൾ എന്ന് വെച്ചാൽ റിക്കറിങ് ആയിട്ട് ഒരു നിശ്ചിത സമയത്ത്, നിശ്ചിത പീരീഡിൽ എന്ത് ചെയ്യുക? സെർട്ടൈൻ എമൗണ്ട്, നിശ്ചിത എമൗണ്ട് ഇങ്ങനെ അടക്കുന്ന രീതിയാണ്. നമ്മൾ കുറിയൊക്കെ വെക്കുന്ന പോലെ. അതുപോലെ എന്ത് ചെയ്യുക? നിശ്ചിതമായിട്ടുള്ള ഒരു എമൗണ്ട് എല്ലാ മാസവും അടക്കുന്ന രീതിയാണ് റിക്കറിങ്. അപ്പോൾ ആ പീരീഡ് കഴിയുമ്പോഴേ നമുക്ക് ആ പൈസ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഓരോ മാസവും എന്ത് ചെയ്യണം? ഇത്ര എമൗണ്ട് നമ്മൾ അടക്കണം. അതുപോലെ ഹോം സേഫ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ബാങ്ക് പ്രൊവൈഡ്സ് എ ലോക്കർ ഓർ ഹോം സേഫ്. ഹോം സേഫ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. അതിൽ എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ നിന്ന് പൈസ ഇട്ട് വെക്കും. ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ സേഫ് നമ്മൾ എവിടേക്ക് കൊണ്ടുപോകും? ബാങ്കിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് എത്രയാണോ അതിലുള്ളത് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് ഡെപ്പോസിറ്റുകളുടെ രീതി, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളുടെ രീതി. അടുത്താണ് മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഇങ്ങനെ നിക്ഷേപമായി ബാങ്ക് നേടിയെടുക്കുന്ന പണം എന്ത് കൊടുക്കുന്നു? ലോണും അഡ്വാൻസും ഒക്കെ ആയിട്ട് ആർക്ക് കൊടുക്കുന്നു? പബ്ലിക്കിനും ബിസിനസ്മാനൊക്കെ കൊടുക്കുന്നു. ഒന്നാമത്തെ ലോണാണ്, ലോണായിട്ട് കൊടുക്കും. അതുപോലെ എന്ത് ചെയ്യുന്നു? ഷോർട്ട് ടേം, മീഡിയം, ലോങ് ടേം ലോണുകളൊക്കെ ആയിട്ട് കൊടുക്കും. ഗോൾഡ് ലോണൊക്കെ ആയിട്ട് കൊടുക്കും. അതാണ് ലോണുകൾ. അതുപോലെ ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിക്ക് അയാളുടെ അക്കൗണ്ടിലുള്ള പണത്തേക്കാൾ കൂടുതലായിട്ട് ഇറ്റ് ഈസ് ആൻ വിഡ്രോവൽ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ ദ ബാങ്ക് ടു ദി കസ്റ്റമർ ബിയോണ്ട് ദ ഡെപ്പോസിറ്റഡ് എമൗണ്ട് ഓഫ് ദി ഇൻവെസ്റ്റർ. നിക്ഷേപകൻ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം, ആ നിക്ഷേപിച്ച പണത്തേക്കാൾ കൂടുതൽ പിൻവലിക്കുവാൻ ഒരു ആൾക്ക് എന്ത് ചെയ്യുന്നു? ഒരു നിക്ഷേപകന് അവസരം നൽകുന്നതാണെന്ത്? ബാങ്ക് അവസരം നൽകുന്നതാണ് ഓവർ ഡ്രാഫ്റ്റ്. അവിടെ എന്ത് ചെയ്യും? കൊളാട്രൽ സെക്യൂരിറ്റി ഒക്കെ വെക്കേണ്ടി വരും എന്തെങ്കിലും. അതുപോലെ അതിന് പലിശയും ഉണ്ട്. അതുപോലെ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അസറ്റുകളിന്മേൽ, കറണ്ട് അസറ്റുകളിന്മേൽ എന്ത് ചെയ്യുന്നു? ഫണ്ട് കടം കൊടുക്കുന്നതാണ്. ഇത് സ്റ്റോക്കുകൾ, ഇതിനൊക്കെ മുകളിൽ. അതുപോലെ സെക്യൂരിറ്റീസിൻ്റെ ഒക്കെ മുകളിൽ. അതുപോലെ ബിൽ ഡിസ്കൗണ്ടിങ്. ട്രേഡ് ബില്ലുകൾ എന്ത് ചെയ്യുന്നു? ഇത് ബാങ്കുകൾ ഡിസ്കൗണ്ട് ചെയ്യാറുണ്ട്. ട്രേഡ് ബില്ലുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ട്രേഡ് ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യുന്ന ഒരു കാര്യം ആര് ചെയ്യാറുണ്ട്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യാറുണ്ട്. ട്രേഡ് ബില്ലുകൾ എന്ത് ചെയ്യുന്നു? അവരെ ഏറ്റെടുക്കുന്നു. സെർട്ടേൺ എമൗണ്ട് കമ്മീഷൻ കഴിച്ചിട്ട് ബാക്കി എമൗണ്ട് എന്ത് ചെയ്യുന്നു? സെല്ലർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതാണ് ഡിസ്കൗണ്ടിങ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് എന്ത് ചെയ്യും? ആവശ്യമായി വരുമ്പോൾ RBIയിൽ കൊടുത്തൊക്കെ റീഡിസ്കൗണ്ട് ചെയ്യാറുണ്ട്. അതുപോലെ കൺസ്യൂമർ ക്രെഡിറ്റ്, കൺസ്യൂമബിൾ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റർക്ക്, ഒരു നിക്ഷേപകന്, ഒരു കസ്റ്റമർക്ക് ഒരു ലംസം എമൗണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കുന്നതാണിത്. ഫോർ എക്സാമ്പിൾ ഫ്രിഡ്ജ്, TV, റെഫ്രിജറേറ്റർ ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ മണി അറ്റ് കോൾ മണി ഓർ മണി അറ്റ് നോട്ടീസ് ഒക്കെ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. അതാണ് ലോൺസ് ആൻഡ് അഡ്വാൻസിൽ പറയാനുള്ളത്. ഇതാണ് രണ്ടാമത്തെ പ്രൈമറി ഫംഗ്ഷൻ, പ്രാഥമിക ധർമ്മം. ഓക്കെ, അത് രണ്ടാമത്തതാണ്. ഓക്കെ, മൂന്നാമത്തതാണ് ക്രെഡിറ്റ് ക്രിയേഷൻ. ബാങ്കിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിത്ത് ദി ആക്സെപ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ദി മണി. ശ്രദ്ധിക്കേണ്ട കാര്യം, ബാങ്കിൽ നിക്ഷേപം സ്വീകരിക്കുന്നതിനോടും അതുപോലെ പണം കടം കൊടുക്കുന്നതിനോടും ഒപ്പം എന്ത് ചെയ്യുന്നു? നടക്കുന്ന മറ്റൊരു ധർമ്മമാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്നറിയപ്പെടുന്നത്. എന്താ പ്രത്യേകത? നമ്മൾ ഒരാൾക്ക് ബാങ്ക് എന്ത് ചെയ്യുന്നു? ഈ ബാങ്ക് പ്രൊവൈഡ്സ് എ ലോൺ ടു എ കസ്റ്റമർക്ക് ബാങ്ക് ലോൺ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് എമൗണ്ട് നോട്ട് ഗിവ് ത്രൂ ഡയറക്ട്ലി, ആ പണം ഡയറക്റ്റ് ആയിട്ടല്ല കൊടുക്കുന്നത്. ഇഫ് എ ബാങ്ക് പ്രൊവൈഡ്സ് എ ലോൺസ് ആൻഡ് അഡ്വാൻസ് ടു എ കസ്റ്റമർ that not directly paid to the customer. പിന്നെ എങ്ങനെയാണ്? ഡയറക്റ്റ് ആയിട്ടല്ല, പ്രത്യക്ഷമായിട്ട് പൈസ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ബാങ്ക് ഓപ്പൺ ആൻ അക്കൗണ്ട് ടു ദി കസ്റ്റമർ ഇൻ ദി ബാങ്ക്. ബാങ്കിൽ എന്ത് ചെയ്യുന്നു? ആ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ അക്കൗണ്ടിലേക്കാണ് പണം കൊടുക്കുന്നത്. ആര്? ബാങ്ക്. ശ്രദ്ധിക്കുക, ബാങ്കിൽ നിന്നും ഒരാൾക്ക് കടം വേണം. അങ്ങനെയാണെങ്കിൽ അയാൾ കടം ചോദിച്ചു, പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. ബാങ്ക് ഡയറക്റ്റ് ആയിട്ട് പണം കൊടുക്കുകയല്ല ചെയ്യുന്നത്. പകരം കടം ചോദിച്ച വ്യക്തിയുടെ പേരിൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുകയും അതിലേക്കാണ് പണം കൊടുക്കുന്നത്. അതുകൊണ്ട് എന്തെയ്യുന്നു? കമ്പനിയുടെ അല്ലെങ്കിൽ ബാങ്കിന്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതാണ്. അടുത്ത യൂസ് ഓഫ് ചെക്ക് സിസ്റ്റം ആൻഡ് പ്ലാസ്റ്റിക് കാർഡ്. എന്ത് ചെയ്യുന്നു? ചെക്ക് സിസ്റ്റം, ചെക്ക് സംവിധാനം, പണം വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെക്ക് സംവിധാനം ഉപയോഗിക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കാർഡുകൾ, ATM കാർഡുകൾ, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള കാർഡുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രൈമറി ഫംഗ്ഷൻ. അതുപോലെ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, അല്ലേ? ഇലക്ട്രോണിക്കലി എന്ത് ചെയ്യുന്നു? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. വൺ ബാങ്ക് ടു അനദർ ബാങ്ക് ഓർ സെയിം ബാങ്കിൽ എന്ത് ചെയ്യുന്നു? വ്യത്യസ്ത അക്കൗണ്ടുകളിലേക്ക് ഇന്റർ ബാങ്ക് ട്രാൻസാക്ഷന്, ഇൻട്രാ ബാങ്ക് ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇവയെല്ലാമാണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രാഥമിക ധർമ്മങ്ങൾ എന്നറിയപ്പെടുന്നത്. അടുത്തതാണ് ദ്വിതീയ ധർമ്മങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി ഫങ്ഷൻസ് എന്നറിയപ്പെടുന്നത്. അതിൽ തന്നെ രണ്ട് കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. ഏജൻസി ഫംഗ്ഷനും ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷനും. ഏജൻസി ഫംഗ്ഷൻ, ബാങ്ക് എന്ത് ചെയ്യുന്നു? ഒരു ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ശ്രദ്ധിക്കുക, ഇൻ ഏജൻസി സർവീസസ് ഓർ ഏജൻസി ഫംഗ്ഷൻ. ശ്രദ്ധിക്കുക, സെക്കൻഡറി ഫംഗ്ഷൻസിലെ ഒന്നാമത്തെ സബ് ക്ലാസിഫിക്കേഷൻ ആണ് ഏജൻസി സർവീസുകൾ. ഏജൻസി സേവനങ്ങൾ നൽകുന്നു ബാങ്ക്. ബാങ്ക് ആക്ട് ആസ് ആൻ ഏജന്റ് ടു ദി കസ്റ്റമർ. ബാങ്കിനുള്ള ഒരു കസ്റ്റമർക്ക്, ബാങ്കിലെ ഒരു കസ്റ്റമറുടെ ഒരു ഏജന്റ് ആയിക്കൊണ്ട് ആര് പ്രവർത്തിക്കുന്നു? ബാങ്ക് പ്രവർത്തിക്കുന്നു. ബാങ്ക് ആക്ട് ആസ് ആൻ ഏജന്റ് ടു ദി കസ്റ്റമർ ഇൻ ദി ബാങ്ക്. ബാങ്കിലെ ഒരു കസ്റ്റമർക്ക് വേണ്ടി ഏജന്റ് ആയിട്ട് ബാങ്ക് പ്രവർത്തിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? കളക്ഷൻ ഓഫ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് ശ്രദ്ധിക്കുക, ഒരു ബാങ്കിലെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ ബാങ്ക് കളക്ട് ദ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ബാങ്കിലെ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ബാങ്ക് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സുകളെല്ലാം കളക്ട് ചെയ്യുന്നു. അപ്പോൾ ആ കസ്റ്റമർക്ക് വേണ്ടി ഈ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് കളക്ട് ചെയ്യുന്ന ഒരു ഏജന്റ് ആയിട്ട് ആര് പ്രവർത്തിക്കുന്നു? ബാങ്ക് പ്രവർത്തിക്കുന്നു. കളക്ഷൻ ഓഫ് ഡിവിഡൻഡ്. ബാങ്ക് ആക്ട് ആസ് ആൻ ഏജന്റ് ഫോർ ദി കസ്റ്റമർ ഫോർ കളക്ഷൻ ഓഫ് ഡിവിഡൻഡ് ഓൺ ഷെയറിന്റെ ഡിവിഡൻഡിലെ കളക്ട് ചെയ്യുന്ന ബാങ്കിലെ ഒരു കസ്റ്റമർക്ക്, ആ കസ്റ്റമർക്ക് എന്ത് ചെയ്യുന്നു? ഷെയറിന് മുകളിൽ ഡിവിഡൻഡ്, ലാഭവീതം കിട്ടാനുണ്ട്. അത് ആര് കളക്ട് ചെയ്യുന്നു? ബാങ്ക് കളക്ട് ചെയ്യുന്നു. ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ, ഓൺ ബിഹാഫ് ഓഫ് ദി ക്ലയന്റ്. അതുപോലെ ആക്ട് ആസ് ട്രസ്റ്റി ഓർ എക്സിക്യൂട്ടർ. ഒരു ട്രസ്റ്റി ആയിട്ടും എക്സിക്യൂട്ടർ ആയിട്ടും എന്ത് ചെയ്യുന്നു? കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രവർത്തിക്കുന്നു. അതുപോലെ എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്. ഇസ് ദർ ഹാവ് എനി സ്റ്റാൻഡിംഗ് ഓർഡർ? നിലവിലുള്ള ഏതെങ്കിലും ഓർഡറുകൾ ഉണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക, ഒരു ക്ലയന്റിന്റെ, ഒരു കസ്റ്റമറുടെ ഏതെങ്കിലും സ്റ്റാൻഡിംഗ് ഓർഡറുകൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏതെങ്കിലും ഓർഡറുകൾ ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്?
ആർക്ക് ചെയ്യാം? കൊമേഴ്ഷ്യൽ ബാങ്കിന് ചെയ്യാം. അതുപോലെ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റി. എ ബാങ്ക് ക്യാൻ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റി ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ ഓർ ക്ലൈൻറ്റ്. ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഒരു ബാങ്കിന് എന്ത് ചെയ്യാം? സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാം, അതുപോലെ സെയിൽ ചെയ്യുവാൻ സാധിക്കും. അതുപോലെ റെമിറ്റൻസ് ഓഫ് ഫണ്ട്. എ ബാങ്ക് ക്യാൻ റെമിറ്റ് ഫണ്ട് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ. കസ്റ്റമർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? പണം അയച്ചു കൊടുക്കുവാൻ, ഒരാൾക്ക് പണം അയച്ചു കൊടുക്കുവാൻ എന്ത് ചെയ്യും? ആർക്ക് സാധിക്കും? ബാങ്കിന്. കസ്റ്റമറുടെ അക്കൗണ്ടിൽ നിന്നും ബാങ്കിന് എന്ത് ചെയ്യാം? കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദി ക്ലയൻറ്റ് ഓർ കസ്റ്റമർ അവർക്ക് എന്ത് ചെയ്യാം? എ ബാങ്ക് ക്യാൻ റെമിറ്റ് ദ ഫണ്ട് ടു അനദർ പേഴ്സൺ. അതാണ് ഏജൻസി സർവീസുകൾ. അടുത്തതാണ് ജനറൽ യൂട്ടിലിറ്റി സർവീസുകൾ എന്ന് പറയുന്നത്. ജനറലായിട്ട് കൊടുക്കുന്ന സർവീസുകൾ, പൊതുവായിട്ട് കൊടുക്കുന്ന സർവീസുകൾ ഏതൊക്കെ, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ ഏതൊക്കെ? ഒന്നാമത് സേഫ് കസ്റ്റഡി ഓഫ് വാല്യബിൾ. മൂല്യമുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുക? സേഫായിട്ട് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കസ്റ്റഡിയിൽ വെക്കാനുള്ള സഹായം ആര് ചെയ്യുന്നു? ബാങ്ക് ചെയ്യുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്, സേവനമാണ്. ജ്വല്ലറി ഐറ്റംസ് അതുപോലെയുള്ളത്. അതുപോലെ ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ്സ് ലോക്കർ ഫെസിലിറ്റി ഫോർ ദി കസ്റ്റമേഴ്സ് വിത്ത് എ മിനിമം എമൗണ്ട് ഓഫ് സർവീസ് ചാർജ് ഓർ ഫീ. അല്ലേ? മിനിമം ഫീ എമൗണ്ടിൽ എന്ത് ചെയ്യുന്നു? ലോക്കർ ഫെസിലിറ്റി കൊടുക്കുന്നു. ആൻഡ് പ്രൊവൈഡ്സ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇൻ ദി കേസ് ഓഫ് ഇമ്പോർട്ടർക്ക് വേണ്ടിയിട്ട് ഇറക്കുമതി ചെയ്യുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു? ഒരു ബാങ്ക് എന്ത് ചെയ്യും? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ, ബാങ്കുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ട് ആസ് റെഫറീസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. റെഫറൻസ് ആയിട്ട് കൊടുക്കുന്ന ആളുകളായിട്ട് പ്രവർത്തിക്കുന്നു. അണ്ടർ റൈറ്റിംഗ് ഷെയർ അണ്ടർ റൈറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് നിന്ന് ആരും വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ വാങ്ങാമെന്നുള്ള ഗ്യാരണ്ടി നൽകുന്നു. അതുപോലെ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ ദി ഗുഡ് കസ്റ്റമേഴ്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഗുഡ് കസ്റ്റമേഴ്സിനാണ് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത്, അറിയാലോ അത്. അതുപോലെ കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട സ്ഥിതി വിവര കണക്കുകൾ കളക്ട് ചെയ്യുന്ന ആര് കളക്ട് ചെയ്യുന്നു? ബാങ്ക് കളക്ട് ചെയ്യുന്നു. അതുപോലെ അടുത്തതാണ് ഇന്നൊവേറ്റീവ് ഫങ്ഷൻസ്. പുതുമയാർന്ന മോഡേൺ ആയിട്ടുള്ള എന്തെല്ലാം ഫംഗ്ഷനുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. പ്രൊവിഷൻ ഓഫ് ATM സർവീസ്, അല്ലേ? ATM സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക്കലി ക്യാഷ് നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് എടുക്കാൻ വേണ്ടി, ഓട്ടോമേറ്റഡ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, വെൻഡിങ് മെഷീനുകൾ കൊണ്ടുവന്നു. അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ്, അല്ലേ? ഫോർ ഗുഡ് കസ്റ്റമേഴ്സ് ക്യാൻ പർച്ചേസ്, അല്ലേ? പർച്ചേസ് എന്ത് ചെയ്യാം? അവർക്ക് ഗുഡ്സും സേവനങ്ങളൊക്കെ എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം വിത്തൗട്ട് പേയിങ് മണി, അല്ലേ? ആക്ച്വലി അവരുടെ കയ്യിൽ പണം ഉണ്ടാവണമെന്നില്ല, പിന്നീട് അവർക്ക് അടച്ചാൽ മതി, അല്ലേ? ഒരു പോസ്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ആണ് ക്രെഡിറ്റ് കാർഡ്. അത് പ്രൊവൈഡ് ചെയ്യുന്നു ഗുഡ് കസ്റ്റമേഴ്സിന്. അതുപോലെ എന്ത് ചെയ്യുന്നു? ടെലി ബാങ്കിങ്, അല്ലേ? ടെലി ബാങ്കിങ് ഫെസിലിറ്റീസ്, ബാങ്കിങ് ത്രൂ ടെലിഫോൺ സേവനങ്ങൾ നൽകുന്നു. അതുപോലെ പേഴ്സണൽ കമ്പ്യൂട്ടർ ബാങ്കിങ് ഓർ ഹോം ബാങ്കിങ്, വീട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ബാങ്കിങ് സർവീസുകൾ ഫെസിലിറ്റീസ് കിട്ടും. അതുപോലെ നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം, ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനം. അതുപോലെ ഓൺലൈൻ ബാങ്കിങ്. അതുപോലെ RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. ത്രൂ ദിസ് സെറ്റിൽമെൻറ്റ് ത്രൂ എ ബാങ്ക് വി ക്യാൻ ട്രാൻസ്ഫർ മണി ടു ഓൾ ഓവർ ദി വേൾഡ്. ലോകത്തിലെ ഏത് ഭാഗത്തേക്കും RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റിലൂടെ എന്ത് ചെയ്യാം? നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓൾസോ മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റി, അല്ലേ? യോനോ ആപ്പ്, അല്ലേ? SBI മിറർ, ഓക്കെ. കാനറ ബാങ്കിൻ്റെ KGM, അല്ലേ? KG ബാങ്ക്. അതുപോലെ നിരവധി, അല്ലേ? ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ്ബുക്ക്, ഫെഡ്നെറ്റ് പോലെയുള്ള മൊബൈൽ ബാങ്കിങ് സേവനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു.